കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജാഥയായി കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിച്ചത്. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ച കെ മുരളീധരൻ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു. അതേസമയം സംഘടനകളുടെ പിന്തുണയിലെ പാർട്ടി നിലപാടുകൾ മാറ്റമില്ലാതെ തുടരുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. സുരേഷ് ഗോപി അയ്യന്തോൾ സൈനിക സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം റോഡ് ഷോയായി കളക്ട്രേറ്റിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു പൾസ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം. ഇന്നലെ എത്തി ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച VS സുനിൽകുമാറും തികഞ്ഞ മത്സരാവേശമാണ് പങ്കുവച്ചത്. എത്ര വലിയ മത്സരമുണ്ടായാലും വിജയം തനിക്കായിരിക്കുമെന്നായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഔദ്യോഗിക നടപടികളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നതോടെ തൃശൂരിലെ ചിത്രം കൂടുതൽ വ്യക്തമായി. 3 മുന്നണികളും നിലവിൽ വോട്ടർമാരെ നേരിൽ കണ്ടും കുടുംബയോഗങ്ങളിലുമായും വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.